Let's dive into the fascinating world of physics with Dr. Sina G. ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് ബ്ലിങ്കിങ് ഓഫ് LED. എന്ത് രസമല്ലേ ഈ LED ഇങ്ങനെ പല കളറിൽ ബ്ലിങ്ക് ചെയ്യുന്ന കാണാനായിട്ട്. ഈ ഒരു ബ്യൂട്ടിയുടെ ബിഹൈൻഡിലും ഒരു ഫിസിക്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. In 1926, Nick Holloing Jr. developed red color LED, and in 1958, Bronstein and Loebner developed green color LED. After a long gap, in 1994, Shuichi Nakamura developed blue color LED. So the development of blue color LED paved the way for the invention of white color LED. So the white color LED was invented in the year 2014 by Isamu Akasaki, Hiroshi Amano and Shuichi Nakamura, and they got Nobel Prize in the year 2014 for the invention of white color LED. So ഈ white color LED എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്നു. അതായത് നമ്മൾ കാണുന്ന എല്ലാ ലൈറ്റ് സോഴ്സസിലും ഈ LED വെച്ച് റീപ്ലേസ് ചെയ്തു. LED എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് പവർ കൺസ്യൂമിങ്, ചീപ്പർ റേറ്റ്, വേഴ്സറ്റൈൽ, റിലയബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ LED ഉണ്ട്. നമുക്ക് ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ എന്താണ് LED? LEDs ആർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. സോ ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ ഇവിടെ ഉള്ളത് ഒരു PN ജംഗ്ഷൻ ആണ്. അതായത് എ പി ടൈപ്പ് മെറ്റീരിയൽ ഇസ് ജോയിൻ വിത്ത് ആൻ എൻ ടൈപ്പ് മെറ്റീരിയൽ. സോ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഡയോഡ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. അതായത് ദ P region is connected to the positive of the battery and the N region is connected to the negative of the battery. നമുക്കറിയാം P റീജിയനിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. N റീജിയനിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. സോ ഈ ഫോർവേഡ് ബയാസിംഗ് മൂലം P റീജിയനിൽ ഹോൾസും N റീജിയനിൽ ഇലക്ട്രോൺസും നമ്മുടെ ഡെപ്ലീഷൻ റീജിയനിലേക്ക് വന്ന് റിക്കമ്പൈൻ ചെയ്യുകയും ആ റിക്കമ്പൈൻ ചെയ്ത എനർജി ലൈറ്റ് ആയിട്ട് പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് പാക്കറ്റ്സ് ആർ കോൾഡ് photons. The different colors of LED was obtained by the different band gap of the material used for the making of the LED. സോ നമ്മുടെ ഈ LED നമ്മൾ കാണുന്നത് പല ഈ സ്ട്രിപ്സ് ഇങ്ങനെ വാങ്ങുമ്പോൾ പല പാറ്റേണിൽ നമുക്ക് ഈ ലൈറ്റിനെ ബ്ലിങ്ക് ചെയ്യിക്കാൻ പറ്റും, പല ഫ്രീക്വൻസിയിൽ ബ്ലിങ്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് ഈ സ്ട്രിപ്പിന്റെ കൂടെ ഒരു ചെറിയ ബോക്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ബോക്സിൽ ഒരു ബട്ടണും ഉണ്ടാവും. ഈ ബോക്സിനകത്താണ് ശരിക്കും ഈ LED ഫ്രീക്വൻസിനെ ഡിഫൈൻ ചെയ്യുന്ന ബ്രെയിൻ ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇറ്റ് ഈസ് എ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ടു ജനറേറ്റ് സ്ക്വയർ വേവ് ഔട്ട്പുട്ട്. ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ കമ്പോണൻസ് റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ ഇതൊക്കെയാണ്. അതിൽ റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ട്രാൻസിസ്റ്ററിന്റെ സാച്ചുറേഷൻ അനുസരിച്ചിട്ടാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ, ദി സ്ക്വയർ വേവ് ഔട്ട്പുട്ട്സ് വെയർ ജനറേറ്റഡ്. എന്നിട്ട് ഈ ജനറേറ്റ് ചെയ്യുന്ന സ്ക്വയർ വേവ് ഔട്ട്പുട്ടാണ് നമ്മുടെ LED ബയാസിങ്ങിനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇപ്പൊ പഴയ കാലങ്ങളിൽ നമുക്ക് ആകെ ഒരു പാറ്റേൺ ഓഫ് ബ്ലിങ്കിങ് മാത്രമേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മുടെ ബോക്സിന്റെ സൈഡിലത്തെ ബട്ടൺ പ്രസ് ചെയ്താൽ പല പാറ്റേൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? അതായത് ഇതിനകത്തൊരു മൈക്രോ കൺട്രോളർ ഉണ്ട്. മൈക്രോ കൺട്രോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാർട്സിൽ CPU, മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അതിന്റെ മെമ്മറിക്കകത്ത്. അപ്പൊ ആ കോഡ് ഈ CPU എക്സിക്യൂട്ട് ചെയ്ത് ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് നമ്മുടെ കപ്പാസിറ്ററിലേക്ക് വരും. അതായത് പഴയ കാലത്ത് ഒറ്റ പാറ്റേണെ കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫിക്സ്ഡ് കപ്പാസിറ്റർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് വേരിയബിൾ കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ ഈ വേരി ചെയ്യിക്കുന്ന ആരാണ്? ഈ മൈക്രോ കൺട്രോളറിലെ കോഡ്സ് അനുസരിച്ചിട്ടാണ് ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിലെ കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കപ്പാസിറ്റൻസ് വേരി ചെയ്ത് നമുക്ക് ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സ്ക്വയർ വേവ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിനനുസരിച്ച് നമ്മുടെ LED കറക്റ്റ് ആയിട്ട് ബയാസ് ചെയ്യും. കറക്റ്റ് ബയാസിങ് വരുമ്പോൾ നമുക്ക് ആവശ്യമായ പാറ്റേണിലുള്ള ലൈറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Sina G. Thank you.